ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പറയുന്നത് മുൻ സഹതാരം വലീദ് അബ്ദുള്ള. ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചറിയാറുണ്ടെന്നും പ്രാർത്ഥനാ സമയങ്ങളിൽ പരിശീലനം നിർത്തിവെക്കാറുണ്ടെന്നുമൊക്കെ അറബ് ടെലിവിഷൻ ഷോയിൽ സഹതാരം വെളിപ്പെടുത്തുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് സത്യത്തെ മനസ്സിലാക്കി മുസ്ലിം ആവുന്നു എന്നതാണ് പ്രധാന കാരണം. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമെല്ലാം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇതിൽ 77% ക്രിസ്ത്യാനികളാണെന്ന് പഠനങ്ങൾ പറയുന്നു. എന്തുകൊണ്ട് ഇസ്ലാം? വർഷങ്ങൾക്ക് മുന്നേ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച മാഞ്ചസ്റ്റർ സിറ്റി, റിയൽ മാഡ്രിഡ് അടക്കമുള്ള പ്രമുഖ ടീമുകളിൽ കളിച്ച ആഫ്രിക്കൻ താരം ഇമാനുവൽ അഡബയോർ ജീസസ് ഗൈഡഡ് ടു മീ എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങൾ ക്രിസ്ത്യാനികളെക്കാൾ യേശുവിനെയും മറിയമിനെയും ബഹുമാനിക്കുന്നുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ 13 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്ന്, ഏകദൈവം മാത്രമേ ഉള്ളൂ എന്ന് ബൈബിൾ പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വചനത്തിലും പുതിയ നിയമത്തിലെ മാർക്കോസ് പുസ്തകം 12-ാം അധ്യായം 29-ാം വചനത്തിലുമൊക്കെ പഠിപ്പിക്കുന്നത് പോലെ ഒരു ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഖുർആനിൽ പഠിപ്പിക്കുന്നു. അതുപ്രകാരം ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവർ മുസ്ലിമീങ്ങളാണ്. 2, ലേവ്യ പുസ്തകം 11:7 പന്നിയിറച്ച് അശുദ്ധമാക്കിയെന്ന് പഠിപ്പിച്ചു. യേശു പന്നിയിറച്ച് ഒരിക്കലും കഴിച്ചില്ല. ഖുർആനിൽ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലും ഇതേ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾ മാത്രമാണ് പന്നിയിറച്ച് കഴിക്കാത്തത്. 3, മുസ്ലിമീങ്ങൾ മറ്റൊരാളെ അസ്സലാമു അലൈക്കും അഥവാ നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് അഭിവാദ്യങ്ങൾ അർപ്പിക്കും പോലെയാണ് യേശുവും അഭിവാദ്യം ചെയ്തത്. യോഹന്നാൻ 20:21 കാണാം. 3 പോയിന്റുകൾ മാത്രമാണ് ഞാനിവിടെ പ്രസന്റ് ചെയ്തത്. അടുത്ത പാട്ടിൽ ഇമാനുവൽ അഡബോയർ സൂചിപ്പിച്ച മറ്റു 13 കാരണങ്ങൾ കൂടി ഞാൻ ഉദ്ധരിക്കാം. അള്ളാഹു എല്ലാവരും ഹിദായത്തിലാക്കട്ടെ. യേശു എനിക്ക് വഴികാട്ടി. ഇസ്ലാമിന്റെ പാത സ്വീകരിച്ച ശേഷം റയൽ മാഡ്രിഡിന്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും മുൻ താരം ഇമാനുവൽ അഡബയോറിന്റെയാണ് ഈ വാക്കുകൾ. യേശു ഇസ്ലാമിലേക്ക് വഴികാട്ടിയതിന് അദ്ദേഹം എണ്ണുന്ന കാരണങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിന്റെ ബാക്കി നോക്കൂ. 4-മതായി അദ്ദേഹം എണ്ണുന്നത് യേശു എപ്പോഴും ദൈവം ഇച്ഛിക്കുന്നു എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് അങ്ങനെ പറയുന്നത് മുസ്ലിമീങ്ങളാണ്. അവർ ഖുർആൻ പഠിപ്പിച്ച പോലെ എപ്പോഴും ഇൻഷാ അല്ലാ എന്ന് പറയുന്നു. 5, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് യേശു തന്റെ മുഖവും കൈകളും കാലുകളും കഴുകാറുണ്ട്. എന്നാൽ ഇന്ന് മുസ്ലിമീങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് മുന്നേ ഉദു എടുത്തു അംഗസ്നാനം നടത്തുന്നത്. 6, യേശുവും ബൈബിളിലെ മറ്റു പ്രവാചകന്മാരും തല നിലത്ത് വെച്ചാണ് പ്രാർത്ഥിച്ചതെന്ന് മത്തായി 26:39 കാണാം. അതുപോലെ ഖുർആനിൽ പഠിപ്പിച്ചതനുസരിച്ച് മുസ്ലിമീങ്ങളും ചെയ്യുന്നു. 7, യേശുവിന് താടി ഉണ്ടായിരുന്നു. മുസ്ലിം പുരുഷന്മാർക്ക് താടി സുന്നത്താണ്. 8, യേശു എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും നിയമം പിന്തുടരുകയും ചെയ്തിരുന്നുവെന്ന് മത്തായി 5:17 പറയുന്നുണ്ട്. ഖുർആനിൽ സൂറത്ത് ബഖറയിൽ 185-ാം വചനത്തിൽ പറയുന്നത് പോലെ മുഹമ്മദ് നബിയും സർവ്വ മുസ്ലിമീങ്ങളും യേശു അടക്കമുള്ള പ്രവാചകന്മാരിലും അവരുടെ വേദങ്ങളിലും